എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ എവിടെ നോക്കിയാലും കാണാവുന്ന ഒരു പോസ്റ്റർ. ഈ പോസ്റ്ററിൻ്റെയൊക്കെ പിന്നിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ഹിന്ദു ധർമ്മത്തിനെ അല്ലെങ്കിൽ ഹിന്ദു പുരാണത്തിനെ എത്ര കണ്ട് പരിഹസിക്കാൻ പറ്റുമോ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്താണ് പോസ്റ്റർ എന്നല്ലേ? ഒരു വരാഹമൂർത്തി കടലിൽ നിന്നും ഭൂമിയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ കടൽ ജലം ചുറ്റും കാണാം. വരാഹമൂർത്തിയുടെ ആ തേറ്റയുടെ മുകളിൽ ഒരു ഭൂമിയുടെ ഒരു ഗ്ലോബ് പോലത്തെ സാധനം വെച്ചിട്ടുമുണ്ട്. അത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അവിടെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? കടലിൽ നിന്നും ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന വരാഹം. ഇതാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഏതോ ഒരു സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഷ്ണം അതാണുള്ളത്. അതിനൊരു ഡയലോഗ്, ആ പോസ്റ്റർ വെച്ചിട്ട് അതിൻ്റെ താഴെ അവരൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയാം? എന്തൊന്നാടേ ഇത്? അപ്പോൾ ഭൂമിയിലല്ലേ കടൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് പോസ്റ്റർ. ആ പോസ്റ്റർ ഞാനിപ്പോൾ കാണിക്കാൻ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇതാണ് പോസ്റ്റർ. കണ്ടല്ലോ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടതറിയാം, ഇത്തരത്തിൽ നിരവധി പോസ്റ്ററുകൾ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഹിന്ദുക്കളെ പരിഹസിക്കുക, അവരുടെ ദേവീ ദേവന്മാരെ പരിഹസിക്കുക, അവരുടെ പുണ്യഗ്രന്ഥങ്ങളെ പരിഹസിക്കുക എന്ന്. ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ നിരവധി ആൾക്കാരുണ്ട് കേട്ടോ. നിരവധി ആൾക്കാർ പുണ്യഗ്രന്ഥങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ ഭാഗം എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. നിർഭാഗ്യവശാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ ഈ പുണ്യഗ്രന്ഥം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഭാഗവതത്തിലെയോ അല്ലെങ്കിൽ രാമായണത്തിലെയോ അല്ല വേദഗ്രന്ഥങ്ങളിലെയോ ഉപനിഷത്തിലെയോ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കേണ്ടതായി വരും. ചിലപ്പോൾ പറയും, ഈ ഉപനിഷത്തിൽ പറയുന്നു ശ്രീരാമചന്ദ്രന് 10 തലയുണ്ട് എന്ന് തൈത്തരീയോപനിഷത്തിൽ പറയുന്നു എന്ന് അങ്ങ് പറഞ്ഞു നിന്നിരിക്കട്ടെ. ഏതെങ്കിലും ഒരു ആൾ പറഞ്ഞു നിന്നിരിക്കട്ടെ. ചിലപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാരൻ്റെ വിചാരിക്കും, ഓ ശരിയാണ്, ശ്രീരാമചന്ദ്രന് 10 തലയുണ്ടെന്ന് തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ടെന്ന്. അതിലെന്താ പറയുന്നത്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഏതോ ഒരാൾ പറയുന്നതായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരത് വിശ്വസിച്ച് പോകും. ഇവിടെ നോക്കൂ, വരാഹമൂർത്തി കടലിൽ നിന്നും ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്, അപ്പോൾ ഈ കടൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കടൽ ഭൂമിയിലായിരിക്കുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാൻ? ഈ വരാഹമൂർത്തി നിൽക്കുന്നത് ഭൂമിയിലല്ലേ, പിന്നെ ഭൂമിയിലെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് സംശയം. സാധാരണക്കാരായ നിഷ്കളങ്കരായ ഹൈന്ദവർ അത് കേട്ട് ആകെ അന്താളിക്കും. എന്തൊരു അബദ്ധ ജടിലമായ കാര്യമാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് എന്നല്ലേ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഈ പറയുന്ന കാര്യം കൃത്യമായി വിവരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം നമുക്കുണ്ട്. ആ ഗ്രന്ഥം ഏതാണെന്ന് വെച്ചാൽ മഹാഭാഗവതം എന്ന് പറയും. മഹാഭാഗവതത്തിൽ ഏതെങ്കിലും ഗ്രന്ഥം എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. മഹാഭാഗവതത്തിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് മൂലഗ്രന്ഥം തന്നെ നോക്കണം. ഞാൻ മൂലഗ്രന്ഥം കാണിച്ചു തരാം. എൻ്റെ അടുത്തുണ്ട് കേട്ടോ. കുറച്ച് വണ്ണമുള്ളൊരു പുസ്തകമാണ്. ഈ മഹാഭാഗവതത്തിൻ്റെ മൂലഗ്രന്ഥമാണിത്. സംസ്കൃത മൂലവും ഗദ്യപരിഭാഷയുമാണിത്. കുറച്ച് വലിയ പൈസയുള്ള സാധനമാണ്. എന്തായാലും ഇപ്പോൾ നമുക്കത് ഉപകരിച്ചു. ഇതിൻ്റെ അകത്ത് തൃതീയ സ്കന്ധം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, 3ാമത്തെ സ്കന്ധം. ആ തൃതീയ സ്കന്ധത്തിൽ 18ാമത്തെ അധ്യായം കൃത്യമായിട്ട് നിങ്ങളുടെ ആരുടെ കയ്യിലുണ്ടെങ്കിലും എടുത്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങളെന്ത് പറഞ്ഞു, ഈ സപ്താഹം നടക്കുന്ന വേദികളിൽ പോയിട്ട് അവിടുത്തെ ആചാര്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ തൽക്കാലത്ത് കൊന്ന് പുസ്തകം തരും, ഒരു സംശയം നോക്കാനാന്ന് പറയാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾ എടുത്ത് നോക്കണം കേട്ടോ. എന്നതിന് ശേഷം എവിടെയാണ്? തൃതീയ സ്കന്ധം 3ാമത്തെ സ്കന്ധത്തിൽ 18ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള ശ്ലോകം. ആ ഭാഗത്ത് കൃത്യമായിട്ട് സാക്ഷാൽ മഹാവിഷ്ണു വരാഹാവതാരം എടുത്തിട്ട് ഭൂമിയെ തേറ്റമേലിൽ കൊണ്ടുവരുന്ന ഭാഗമാണ് വർണ്ണിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് നമ്മൾ അറിയണ്ടേ? ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെ വിഡ്ഢികളാക്കുന്നില്ലേ?
പല സാധാരണ ഹിന്ദുക്കളും അത് കേട്ട് വിശ്വസിച്ച് പോകുന്നില്ലേ? നമ്മളും സംശയിക്കില്ലേ? അപ്പോൾ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്താണെന്ന്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും വായിക്കുന്നില്ല, കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം 1 മുതൽ 5 വരെയുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥം മലയാളത്തിലെ വ്യാഖ്യാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യാനം ശരിയായ അർത്ഥം. മൈത്രേയൻ പറഞ്ഞു, വരുണവാക്യം ശ്രമിച്ച ഹിരണ്യാക്ഷൻ അതിനെ അവഗണിച്ചു. അവൻ പിന്നീട് നാരദ മഹർഷിയിൽ നിന്നും ഭഗവാൻ പോയ വഴി മനസ്സിലാക്കി രസാതലത്തിലേക്ക് യാത്രയായി. എവിടെയാണ്? രസാതലത്തിലേക്ക്. കൃത്യമായി ഓർമ്മ വേണേ. യാത്രയായി. പർവ്വതാകാരം പൂണ്ട വരാഹമൂർത്തി ഭൂമിയെ ദംഷ്ട്ര കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് കണ്ട അവൻ ഇത് ഒരു വന്യമൃഗമെന്ന് പറഞ്ഞ് പരിഹാസ രൂപത്തിൽ അട്ടഹസിച്ചു. പിന്നെ അവൻ ഭഗവാനോട് പറഞ്ഞു, ഹേ വരാഹരൂപം കൈകൊണ്ട സുരാധമ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എവിടെയാണെന്ന് പറഞ്ഞത്? രസാതലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് പിന്നീട് ഈ പറയുന്ന ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. രസാതലത്തിലാണ്, ഭൂമിയിലല്ല. അപ്പം രസാതലം എന്ന് പറയുന്ന സ്ഥലത്ത് അതിഭീമാകാരമായിട്ട് ഭൂമി എന്ന് പറയുന്നതിനേക്കാളും എത്രയോ 10 മടങ്ങ് വലിപ്പമുള്ള ഒരു സ്ഥലമാണ് രസാതലം. നമുക്ക് 27-14 ലോകങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഹൈന്ദവ പുരാണത്തിൽ. അതിൽ ഭൂമിക്ക് താഴെ 7, ഭൂമി അടക്കം താഴേക്ക് 7 ലോകങ്ങളും ഭൂമിക്ക് മുകളിലായിട്ട് 7 ലോകങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്, വ്യത്യസ്തമായിട്ട്. അത് ചിലപ്പോൾ ഇന്നത്തെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ ഗ്രഹങ്ങളാവാം, മനുഷ്യവാസമുള്ള വ്യത്യസ്തമായ ഗ്രഹങ്ങളാവാം. നമ്മൾ ഗ്രഹങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് നമ്മുടെ ഭാഷയിൽ. നമ്മുടെ ഈ പുരാണത്തിൽ പറയുന്നത് 27-14 ലോകം എന്നാണ്. അതിൽ സുതലം എന്ന് പറയുന്ന ലോകത്താണ് സാക്ഷാൽ മഹാബലി വസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു ലോകമാണ് രസാതലം എന്ന് പറയുന്നത്. ആ രസാതലം എന്ന് പറയുന്ന സ്ഥലത്ത് അതിഗംഭീരമായിട്ടുള്ള കടലുണ്ട്. വലിയ ആഴത്തിലുള്ള, നമ്മുടെ ഭൂമിയിലുള്ളതിൻ്റെക്കാളും 10 മടങ്ങ് വലിപ്പമുള്ള കടലാണുള്ളത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് കേട്ടോ, നോക്കാം. അപ്പോൾ ആ കടലിലേക്കാണ് ഹിരണ്യാക്ഷൻ ഈ ഭൂമിയെ കൊണ്ടുപോയി ഒളിപ്പിച്ചത്. കാരണം ഭൂമിയുടെ എത്രയോ മടങ്ങ് വലിപ്പമാണ്. ഇപ്പോൾ നമുക്ക് സൂര്യനെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഭൂമിയുടെ എത്രയോ വലുതാണെന്ന് നമുക്കറിയാം. വ്യാഴത്തിനെ കണക്കാക്കുകയാണെങ്കിൽ ഭൂമിയുടെ എത്രയോ വലുതാണെന്നറിയാം. അപ്പോൾ അതുപോലെ വ്യാഴം പോലെയോ സൂര്യനെ പോലെയോ അത്രയും വിസ്താരമുള്ള ഒരു ലോകമാണ് ഏത്? രസാതലം എന്ന് പറയുന്നത്. അപ്പോൾ ആ രസാതലം എന്ന് പറയുന്ന ലോകത്തുള്ള അതിഭീമാകാരമായ കടലിനുള്ളിലാണ് ഈ കൊച്ചു ഭൂമിയെ കൊണ്ടുവച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നിന്നാണ് ഈ പറയുന്ന വരാഹമൂർത്തി ഈ ഭൂമിയെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വരുന്ന ഭാഗം ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് കൃത്യമായി രസാതലം എന്ന് പറയുന്നുണ്ട്. ഇത് അറിയാത്ത, ചിലപ്പോൾ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്ന ചില മുശകോടന്മാർ അത് തന്നെ പറയാം. എങ്ങനെയാണോ ഹിന്ദുവിനെ ഒന്ന് തോണ്ടാൻ കിട്ടുക അത് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത്. നമ്മളെപ്പോഴും എന്ത് വേണമെന്നറിയോ? നമ്മുടെ പുരാണത്തെ ഒരിക്കലും നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. കാരണം ഒരു തരത്തിലുള്ള ന്യൂനതയും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ കാണില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന ചിലപ്പം ഈ ബാലരമ, ബാലമംഗളം പോലെയുള്ള ചില പുരാണങ്ങളുണ്ടാവും. കാരണം മൂലഗ്രന്ഥമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ലേ. ചില ആൾക്കാർ കുറേ പബ്ലിക്കേഷൻസ് ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ട്, കുറേ പുരാണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിലൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. അത് ഹിന്ദു വിരുദ്ധരാണ് കടത്തി വിടുന്നത്. അത് വായിച്ചിട്ടാണ് നമ്മുടെ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ വെച്ചല്ല ഈ സംഭവം നടക്കുന്നത്. ഭൂമിയേക്കാൾ ബൃഹത്തായിട്ടുള്ള നിരവധി ലോകങ്ങൾ ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സത്യം കൂടി ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗർഗഭാഗവതം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ഒരു ഗ്രന്ഥമാണ്. ആ ഗർഗഭാഗവതത്തിൽ പറയുന്നൊരു കാര്യമാണ്, സൂര്യനെ ചുറ്റുന്ന നിരവധി ഗ്രഹങ്ങളും അടങ്ങുന്നതാണല്ലോ ഒരു സൗരയൂഥം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഒരു 10 വർഷം മുന്നേ വരെ നമ്മൾ അത്രയാണ് വിശ്വസിച്ചത്. പക്ഷേ ഗർഗഭാഗവതത്തിൽ പറയുന്നത് അങ്ങനെയല്ല. ഒരു സൂര്യനല്ല, ആയിരക്കണക്കിന് സൂര്യനുണ്ടെന്നും ഈ ഓരോ സൂര്യനെയും ചുറ്റുന്ന നിരവധി സൗരയൂഥങ്ങളും ഉണ്ടെന്ന് ഗർഗഭാഗവതത്തിൽ പറയുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ്. അത് കൃത്യമായി പറയുന്നുണ്ട്. അതിനെ പരിഹസിച്ചും കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, പിന്നെയോ 10,000 സൂര്യൻ, 10,000 സൗരയൂഥങ്ങൾ. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടെത്തിക്കഴിഞ്ഞു.
നിരവധി സൂര്യന്മാരുണ്ട്, നിരവധി സൗരയൂഥങ്ങളുണ്ട്, അങ്ങനെ വലിയൊരു ക്ഷീരപഥം തന്നെയുണ്ട് എന്നൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഹൈന്ദവൻ്റെ ഗ്രന്ഥങ്ങളിലുള്ളത്, സനാതനധർമ്മ വിശ്വാസികളുടെ ഗ്രന്ഥങ്ങളിലുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 14 ലോകമുണ്ട് എന്ന് പറയും. നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. വ്യാഴമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യാഴത്തിൽ ആരും പോയിട്ടില്ല. ബുധൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ബുധൻ്റെ അടുത്തൊക്കെ ആരും പോയിട്ടില്ല. അതുപോലെ നാളെ ഈ ലോകത്തും ആൾക്കാർ എത്തിക്കൂടായികയില്ല. നമ്മൾ പുച്ഛിച്ച് തള്ളേണ്ടതല്ല. ഹിന്ദു പുരാണത്തിൽ പറയുന്ന 90% 100% കാര്യങ്ങളും ഉണ്ട് എന്ന് പുതിയ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുന്ന ഭൂമിയിൽ മാത്രമേ വെള്ളമുള്ളൂ എന്ന് ചിന്തിക്കുന്നു. ചൊവ്വയിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു, ചന്ദ്രനിൽ വെള്ളം ഉണ്ടാകാം, അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി ഇപ്പോൾ വ്യാഴത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ വ്യാഴം തന്നെ ആണോ നമ്മുടെ രസാതലം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഒരു ഊഹം മാത്രമാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഈ രസാതലം എന്ന് പറയുന്ന ലോകത്ത് വെച്ചാണ് വരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിച്ച് വീണ്ടും യഥാസ്ഥാനത്ത്, അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഞാൻ അത് വിശദമാക്കി തരാം എന്താണ് അതിനുശേഷം ചെയ്യുന്നത് എന്നുള്ളത്. ഈ നമ്മുടെ ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ നേരത്തെ 1 മുതൽ 5 വരെയുള്ള ശ്ലോകമാണ് പറഞ്ഞത്. അതിനുശേഷം 6 മുതൽ 8 വരെയുള്ള 9 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ഒരു ഭാഗം വ്യക്തമായി പറയുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്തു എന്നുള്ളത്. ഹിരണ്യാക്ഷൻ്റെ ഇത്തരത്തിലുള്ള ശകാരവാക്കുകൾ കേട്ട വരാഹമൂർത്തി ഭൂമിയെയും കൊണ്ട് വെള്ളത്തിൻ്റെ പുറത്ത് കടന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന രസാതലത്തിന് വെളിയിലേക്ക് വന്നു. ഇത് കണ്ട ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയുടെ പുറകെ പാഞ്ഞു ചെന്ന് പരിഹസിക്കാൻ തുടങ്ങി. നോക്കണം, അപ്പോൾ പലതരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് മഹാവിഷ്ണുവിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനാകട്ടെ ഇത് കേൾക്കാത്ത മട്ടിൽ ഭൂമിയെ ജലാശയത്തിൻ്റെ വെളിയിൽ യഥാസ്ഥാനത്ത് സ്വയോഗശക്തി കൊണ്ട് ഉറപ്പിച്ചു. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. സ്വയോഗശക്തി കൊണ്ട് ഉറപ്പിച്ചു. അപ്പോൾ ദേവന്മാരും ഋഷിമാരുമൊക്കെ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തുകയും ഉണ്ടായി. അപ്പോൾ ഉറപ്പിച്ചോളൂ, ഭൂമിയിൽ നിന്നുകൊണ്ടല്ല ആര് ചെയ്യുന്നത്, വരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിച്ചത് എന്ന് പറയുന്നത്, മറിച്ച് രസാതലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിഡിത്തെന്ന് പറയുമ്പോൾ നമ്മളത് കൈകൊള്ളണമെന്നില്ല. നമ്മളെന്ത് വേണം, നമ്മുടെ യഥാർത്ഥ പുണ്യഗ്രന്ഥങ്ങളെ നമ്മൾ കണ്ടെത്തുക. അതിനകത്ത് കാര്യങ്ങൾ ഉണ്ടാകും. ആര് പറയുന്നതും നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല. യുക്തിക്ക് നിരക്കുന്ന കാര്യം മാത്രം നമ്മൾ സ്വീകരിക്കുക, ഇല്ലാത്ത തള്ളിക്കളയാം. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കുരിഷ്ട് ചോദ്യങ്ങളായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാം, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു സംശയവുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.